കത്തോലിക്ക സഭയുടെ സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യാത്മകമായ ദർശനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഗുഡ്നെസ് ടി വിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയെ ധന്യമാക്കുന്നത് കേരളക്കരയെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളെയും സംഗീതം ആസ്വദിക്കുന്ന എല്ലാവരെയും എന്നും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന, സംഗീത ലോകത്ത് ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ തൻ്റെതായ ഒരു ഇടം സ്വന്തമാക്കിയിരിക്കുന്ന സിസ്റ്റർ ജൂലി തെരേസ് CSN. സിസ്റ്റർ ജൂലി തെരേസ് എറണാകുളം ജില്ലയിലെ അങ്കമാലി ഇടവകയിൽ വേളൂർ ജോസ് അന്നമ്മ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെ മകൾ. CSN കോൺഗ്രിഗേഷനിൽ അംഗം. തകർന്ന കുടുംബങ്ങളെ ഈശോയുടെ സ്നേഹം പകർന്നുകൊടുത്ത് സമുദ്ധരിക്കുക എന്ന കോൺഗ്രിഗേഷന്റെ കാര്യസ്ഥത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സന്യസ്ത. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഒപ്പം ദൈവം വരദാനമായി നൽകിയ സംഗീതത്തെ ദൈവരാജ്യ വിസ്തൃതിക്കായി ഉപയോഗിച്ച് സഭയിലും പൊതുസമൂഹത്തിലും ശ്രദ്ധ നേടി. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെയും എതിർശക്തികളെയും അതിജീവിച്ച് സമർപ്പണ ജീവിതത്തിൽ മാതൃകയാവുകയാണ് ഈ സന്യസ്ത. സിസ്റ്റർ ജൂലി തെരേസിന് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ സന്യാസ ജീവിതത്തിൽ കടന്നുവരുന്ന സർഗപ്രതിഭകൾക്ക് അവരുടെ കഴിവുകളുടെ ആകാശം മുട്ടാൻ സഭ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നതിന് ജീവിതം കൊണ്ട് ഒരു സാക്ഷ്യം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആ ജീവിത സാക്ഷ്യം പ്രിയപ്പെട്ട സിസ്റ്റർ ജൂലി തെരേസ് എന്ന പ്രഗത്ഭ ഗായിക. ഈ സംവാദവേദി സിസ്റ്റർ ജൂലി തെരേസിന്റെ സ്വരമാധുരി കൊണ്ട് അലങ്കൃതമാകട്ടെ. സ്വാഗതം ആശംസിക്കാം ഒരിക്കൽ കൂടി സിസ്റ്റർ ജൂലി. മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു സംഗീതജ്ഞനാണ് വിദ്യാധരൻ മാഷ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛന് ഒരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് എന്നോട് അതാരാണ് എന്ന് പറയണം. ഞാൻ പെട്ടെന്ന് തന്നെ നോക്കി. ഒരു സന്യാസിനിയുടെ ശാസ്ത്രീയ സംഗീത കച്ചേരിയുടെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സന്യാസിനി സഭയിലെ സിസ്റ്റർ ജൂലി തെരേസാണ്. അദ്ദേഹം പറഞ്ഞു, അത്ഭുതകരമായിരിക്കുന്നു, മനോഹരമായി പാടുന്നു. നിങ്ങളുടെ സന്യാസിനി സഭകളിൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. സിസ്റ്റർ ജൂലി തെരേസ് ഒട്ടനവധി ആളുകളെ, പ്രത്യേകിച്ചും സംഗീതം അറിയുന്ന, ശാസ്ത്രീയ സംഗീതവും സംഗീതത്തിൻ്റെ വ്യത്യസ്ത വഴികളും അറിയുന്ന പ്രഗത്ഭരെ, ജ്ഞാനികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക്, CSN സന്യാസിനി സഭയ്ക്ക് അഭിമാനമായി മുന്നേറുകയാണ്. സന്തോഷം. ഈ സ്നേഹം സഹനം എന്ന മനോഹരമായ ഈ ഒരു സംവാദവേദിയിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് സിസ്റ്റർ ജൂലി, എങ്ങനെയാണ് ഈ സംഗീത വഴികളിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും പപ്പയ്ക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ് കല, മക്കളെ ആ രീതിയിൽ വളർത്തണമെന്നൊക്കെ. മമ്മിയുടെ ഫാമിലിയിൽ പാട്ടിൻ്റെ നല്ലൊരു വേരുണ്ട്. മമ്മിയുടെ ഗ്രാൻഡ് ഫാദറൊക്കെ വയലിനിസ്റ്റ് ആയിരുന്നു. പഴയ കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ വയലിൻ പഠിപ്പിച്ചിരുന്ന ആളാണ്. ഗ്രാൻഡ് ഫാദറും പള്ളിയിലൊക്കെ വയലിൻ വായിക്കും. മമ്മിയുടെ സ്വന്തം ചേച്ചി സിസ്റ്ററാണ്. ഞങ്ങളുടെ സഭയിൽ ഇപ്പം 82 വയസ്സായി. സിസ്റ്റർ വിസിറ്റേഷൻ, സിസ്റ്റർ ഗാനഭൂഷണമൊക്കെ പാസ്സായി. അന്ന് മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കയറിയിട്ട് സിസ്റ്റർ വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു സംഗീത പാരമ്പര്യം മമ്മിയുടെ ഫാമിലിയിലും. പപ്പയുടെ ഫാമിലിയിൽ പപ്പ വയലിൻ വായിക്കുമായിരുന്നു. അതുപോലെ നാടകത്തിലൊക്കെ അഭിനയിക്കും. അപ്പം കലകളോട് വളരെ താല്പര്യമുള്ള പേരൻസ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ 1-ാം ക്ലാസ് മുതലേ മത്സരങ്ങൾക്കെല്ലാം കയറ്റും. എവിടെയൊക്കെ മത്സരമുണ്ടോ അന്നൊക്കെ പത്രത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ധർമാലയ, റോട്ടറി ക്ലബ്ബ്, അങ്ങനെ എന്ത് മത്സരം ഉണ്ടെങ്കിലും പപ്പയും മമ്മിയും കൂടെ കൊണ്ടുപോകും. പാതിരാത്രി വരെ വേണമെങ്കിലും രണ്ടാളും കൂടെ അങ്ങനെയാണ് വളർത്തിയത്. അപ്പോൾ ആ ഒരു ബേസാണ് കലയുടെ ഫീൽഡിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ 4-ാം ക്ലാസ് മുതൽ സംഗീതം പഠിച്ചു, ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങി. അതിനും കാരണമായത് എൻ്റെ സ്കൂളിലെ ഗിരിജ രാമചന്ദ്രൻ എന്ന് പറയുന്ന ടീച്ചറായിരുന്നു. ടീച്ചർ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ ടാലൻ്റ് ഉണ്ട്, നിങ്ങളിങ്ങനെ വെറുതെ ഏതെങ്കിലും പാട്ടുകൾ പഠിപ്പിച്ചാൽ പോരാ, ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ആദ്യമായിട്ട് പഠിക്കുന്ന അന്ന് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഗാനഭൂഷണം പഠിക്കുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന പാമ്പാടി രാജേന്ദ്രൻ സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ശിക്ഷണം. അപ്പോൾ 4-ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ അപ്പോൾ തൊട്ട് ശാസ്ത്രീയ സംഗീതം പഠിച്ച് പിന്നീട് 10th ഒക്കെ ആയപ്പം വർക്കല സാറിൻ്റെ അടുത്ത് വർക്കല ജയറാം സാറിൻ്റെ അടുത്ത് പഠിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ പഠിച്ച് വന്നതാണ്. മത്സരങ്ങൾക്കെല്ലാം പോകുമായിരുന്നു. ശാസ്ത്രീയ സംഗീതം ഏത് ലെവൽ വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ കീർത്തനങ്ങൾ വരെ എത്തിയായിരുന്നു. ഞാനൊരു 4-ാം ക്ലാസ് മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ചിരുന്നു. സഭയിലേക്ക്, CSN സന്യാസ സഭയിലേക്ക് വരാനുള്ള സാഹചര്യം അത് ഏത് പ്രായത്തിലാണ്? ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ഒരു 21 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴേക്കും ഒരു ഗായികയായി അറിയപ്പെട്ടു തുടങ്ങിയില്ലേ? ഞാൻ ഫീൽഡിലേക്ക് പോയി തുടങ്ങിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു 16 വയസ്സിൽ എനിക്കൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി ലൈഫിൽ. അതായത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ക്രിസ്ത്യൻസാണ്, സൺഡേ ക്രിസ്ത്യൻസാണ്. അതിലുപരിയായിട്ട് തമ്പുരാനോടൊരു ഇൻറ്റിമസി, അങ്ങനെ ഒരു ബന്ധം അത് അത്രയും ഇല്ലയെന്ന് തന്നെ പറയണം. പക്ഷേ ഞാൻ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് അവിടെ ജീസസ് യൂത്തിൽ, ഞങ്ങളുടെ കോളേജിൽ, ഞാൻ മാറിമാനിസ് തിരുവനന്തപുരം അവിടെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ജീസസ് യൂത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ ജീസസ് യൂത്തിൽ വന്നിട്ടാണ് ഈശോയോടൊരു വ്യക്തിപരമായൊരു ബന്ധം എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ലോകം മുഴുവനും പോയിട്ട് ഈശോയെ കൊടുക്കണം, പക്ഷേ എനിക്കൊരു 4 മതിൽക്കെട്ടിനുള്ളിൽ എനിക്ക് ഒതുങ്ങി കൂടണ്ട, അങ്ങനെയായിരുന്നു. പക്ഷെ അന്നും ജീസസ് യൂത്തിൽ ഞങ്ങൾക്ക് ഗൈഡ് ഉണ്ട്, സ്പിരിച്വൽ ഗൈഡ്. അപ്പോൾ എൻ്റെ ഗൈഡ് എന്നെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്ത് ചെറിയ കാര്യത്തിലാണെങ്കിലും ഈശോയുടെ ഇഷ്ടം ചെയ്യണം. അങ്ങനെ കുഞ്ഞു ഈവൻ ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഈശോയ്ക്ക് ഏത് സോപ്പാണ് ഇഷ്ടം, അങ്ങനെ ഈശോയുടെ ഇഷ്ടം ചോദിച്ചിട്ട് എടുക്കുക. അങ്ങനെ എല്ലാത്തിലും ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലിയാണ്, ഒരു ഭക്ത ശൈലിയാണത്. ഈശോയോട് എല്ലാം ചോദിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിയ സമൂഹമുണ്ട് അല്ലേ? ലോകം മുഴുവനുണ്ട് ജീസസ് യൂത്തിൻ്റെ ഒരു വലിയ സമൂഹം. ഈശോയോടുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് കാണുന്നു അല്ലേ? അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളരാൻ പറ്റി. അതെ, എൻ്റെ ജീസസ് യൂത്താണ് എൻ്റെ ഒരു വിളിയുടെ ബേസ് എന്ന് പറയേണ്ടത്. അപ്പോൾ ആ സമയത്ത് തമ്പുരാനോട് ഭയങ്കര ഒരു ബന്ധത്തിൽ ഒരു സൈഡിലും ഇപ്പുറത്തെ പാട്ടിൻ്റെ ഫീൽഡിൽ വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. അപ്പം ഐ ഹാഡ് ടു ചൂസ് ഫ്രം ദിസ് വിച്ച്. സോ എൻ്റെ മുമ്പിൽ ഇത് രണ്ടും ഉണ്ട്. അപ്പം എനിക്ക് പ്രാധാന്യം കൂടുതൽ കർത്താവ് തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പാട്ട്, എനിക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി മനസ്സിൽ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഈശോയാണ് വേണ്ടിയത്. മറ്റെല്ലാം കറിവേപ്പല പോലെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. പൗലോസ്ലേഹ പറയുന്നത് പോലെ ഉച്ഛിഷ്ടം പോലെ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈശോയെ ചൂസ് ചെയ്തു, ഈശോയെ മുറുകെ പിടിച്ചു. ജീസസ് യൂത്തിന്റെ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയുന്നത് സംഗീതാത്മകമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതിൽ നന്നായിട്ട് പാടി തുടങ്ങിയില്ലായിരുന്നു? ജീസസ് യൂത്തിൽ മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിൽ അങ്ങനെ ഞാൻ ഇച്ചിരി ഓവറായി പോകുന്നുണ്ടോ എന്ന് വീട്ടിലൊരു ടെൻഷനായിരുന്നു. അപ്പൊ അതുകൊണ്ട് മൂത്തോന്ന് അപ്പൊ വീട്ടിൽ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ കോളേജിൽ മാത്രം ലിമിറ്റഡ് ആയി. അതുവരെ സൺഡേസ് തിരുവനന്തപുരം മുഴുവൻ സോണിൻ്റെ പ്രയർ മീറ്റിങ്ങിന് പോവുമായിരുന്നു. പിന്നെ അത് പതുക്കെ സ്റ്റോപ്പായപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ അതിനിടയ്ക്ക് പാട്ടിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ എടുത്തു. ഞാൻ ഇനി ഈശോയുടെ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണമാണ് എനിക്കിങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നത്. ജീസസ് യൂത്തിൻ്റെ ഒരു പരിപാടിക്കും പോകണ്ട, കോളേജിലേത് മാത്രം എന്നോട് നോ പറഞ്ഞില്ല. കാരണം അവർ വിചാരിച്ച് നോ പറഞ്ഞാൽ ഞാൻ പോകും എന്ന് വിചാരിച്ചു. പക്ഷെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുസരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എന്നോട് അത് മാത്രം നോ പറഞ്ഞില്ല. അപ്പം ബാക്കി എല്ലാ തരത്തിലും ജീസസ് യൂത്ത് ഫ്രണ്ട്സുമായിട്ടെല്ലാം കോൺടാക്റ്റ് നിർത്തി. അതുപോലെ എൻ്റെ പേരൻസിന് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല. ആ ലെവലിൽ പാട്ടിൻ്റെ ഫീൽഡിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ പലരും പറഞ്ഞു എൻ്റെ വളർച്ചയിൽ ആരൊക്കെയോ കൂടോത്രം ചെയ്തിട്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ പനക്കല്ലച്ചൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കൂടോത്രം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അന്ന് കുറേ നാൾ അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്നെ ഒരുപാട് വളർത്തി. അന്ന് പനക്കല്ലച്ചൻ്റെ അടുത്ത് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്കൊരു ഞാൻ പോകുന്ന വഴി റൈറ്റ് ആണെന്നൊരു കൺഫർമേഷൻ കിട്ടുന്നത്.
അച്ഛൻ എന്നോട് പറഞ്ഞു, ജൂലി, നീ ഈശോ പറയുന്ന പോലെ നീ മുന്നോട്ട് പോക്കോ, വീട്ടിൽ നിന്ന് എങ്ങാനും ഇറക്കി വിടുവാണെങ്കിൽ ഡിവൈനിലോട്ട് പോരേന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ പാവപ്പെട്ട പേരൻസ് അവരൊത്തിരി നല്ല പേരൻസാണ് കേട്ടോ. ഒരുപാട് നല്ല രീതിയിലാണ് വളർത്തിയത്. ശരിക്കും അവരിലൂടെയാണ് ഇങ്ങനെ ഒരു കരുണ, മറ്റുള്ളവരോടുള്ള അനുകമ്പ, അങ്ങനത്തെ ഒരുപാട് മോറൽ വാല്യൂസും ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞെങ്കിലും എൻ്റെ പേരൻസിന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ മാത്രമുള്ള അതവർക്കില്ലായിരുന്നു. ആ ഒരു ഔദാര്യം കാണിച്ചു. സഹോദരങ്ങളൊക്കെ? എനിക്കൊരു ചേട്ടനും അനിയത്തിയാണ് ഉള്ളത്. കല്യാണം കഴിഞ്ഞു. അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എൻ്റെ അനിയത്തിയാണെങ്കിൽ ആകെപ്പാടെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു. ചേട്ടനാണെങ്കിൽ ഭയങ്കര ഭയങ്കര കെയറിങ് ആൻഡ് ലവിങ് ആണ് ചേട്ടൻ. ചാച്ചായിന്ന് ഞാൻ വിളിക്കും. ചാച്ചായി എനിക്കിങ്ങനെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരും. മമ്മിയൊന്നും പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചാച്ചായിയെ പറഞ്ഞു വിടും. പല കാര്യങ്ങളിലും മമ്മി ചാച്ചായിയെ പറഞ്ഞു വിട്ട് എന്നെ അനുസരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചായി വന്ന, ജൂലി നീ ഇങ്ങനെ പോകുന്നത് ശരിയല്ല, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ചാച്ചായി കുറേ ഉപദേശിക്കുന്നു. അപ്പോൾ എല്ലാം ഞാൻ എത്ര വയസ്സിന്റെ മൂത്തതാണ് ചാച്ചായി? ചാച്ചായി ഒരു 4 വയസ്സ് മൂത്തതാണ്. അങ്ങനെ ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആണ്. ആവശ്യത്തിന് മൂപ്പുണ്ട്. അനിയത്തി അവളിപ്പോ നഴ്സാണ്, വർക്ക് ചെയ്യുന്നു, കുട്ടികളുണ്ട്. നമ്മള് ഈ ഒരു സമയത്ത്, അതായത് ഒരു ക്രൈസിസ് ടൈമാണ്, അപ്പോൾ പാട്ടുകാരിയുമാണ്. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ ആ ഒരു ഫീൽ ഉള്ളിൽ വരുമ്പോൾ, ഞാൻ നിരവധി ജീസസ് യൂത്ത് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ജീസസ് യൂത്ത് ഒത്തിരി സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ ഒരു ജീവിതത്തെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ നിരന്തരം നമ്മെ വലിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ചില പാട്ടുകളുണ്ട്. ആ സമയത്ത് ഈ ജീസസ് യൂത്ത് പ്രെയർ മീറ്റിങ്ങിൽ വരുമ്പോൾ നമ്മളെ വല്ല ഹോണ്ട് ചെയ്യുന്ന ചില പാട്ടുകളുണ്ടാവും. അത് ചിലപ്പോൾ ഇംഗ്ലീഷാണ്, ചിലപ്പോൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് റെക്സ് ബാൻഡിൻ്റെയൊക്കെ, നമ്മുടെ ആൻ്റണി ഉരുളിയാനിക്കൽ അച്ഛനും ഒക്കെയാണല്ലോ ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് വേൾഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള ചില പാട്ടുകൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ നിരന്തരം പാടി, എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടാണ് എന്നെ ഈശോയിലേക്ക് ഒട്ടിച്ചു നിർത്തിയത്. അങ്ങനെ ഏതെങ്കിലും ആ കാലത്തെ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? പാട്ട് പാടി എനിക്കിത് പാടാതെ വയ്യ. എന്നെ ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ളതും ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്ങും ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. മോർ ദാൻ എനിത്തിങ് ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞൊരു പാട്ട്. പിന്നെ തീർച്ചയായിട്ടും പാടിക്കേ. More than anything, more than anything, I love you, Jesus, more than anything, more than worldly wealth, more than life itself. I love you, Jesus, more than anything. Nothing in this world can take your place. Nothing take your love away. Someday I will see you face to face. Look into your eyes and say, more than anything, more than anything, I love you, Jesus, more than anything. ഒന്നും പറയാനില്ല. മോർ ദാൻ എനിത്തിങ്. എൻ്റെ മനസ്സിൽ മറ്റൊരു സംഭവം വരുന്നുണ്ട്. ഒരിക്കൽ POCയിൽ വെച്ച് കൊച്ചി ചാവറ കൾച്ചർ സെൻ്ററിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് 14 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 5 വ്യത്യസ്ത മതങ്ങളിലെ ഏതാണ്ട് 40ഓളം ആർട്ടിസ്റ്റ് ഒരുമിച്ച് വന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അവരുടെ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു പാട്ടുകളാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. വിവിധ ഭാഷ, 14 രാജ്യങ്ങളിലെ വ്യത്യസ്ത ഭാഷകളിലുള്ള പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രെയർ സോങ് പാടാനായിട്ട് ഞാൻ ക്ഷണിച്ചത് ജൂലി തെരേസിനെയാണ്. അന്ന് സിസ്റ്റർ ജൂലിയുടെ പപ്പ വളരെ രോഗബാധിതനായി രാജഗിരി ആശുപത്രിയിൽ കഴിയുന്നൊരു സമയമാണ്. ഇപ്പം വരാനായിട്ട് സാധ്യത കുറവാണ് എന്ന് ജൂലി എന്നെ സൂചിപ്പിച്ചു. എങ്കിലും സാധിക്കുമെങ്കിൽ തീർച്ചയായും വരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പപ്പയോടൊപ്പമാണ് ജൂലി വന്നത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം പപ്പ ആ ഈവൻറ്റിന് ശേഷം പിന്നെ അധികം പബ്ലിക് പരിപാടികളിൽ പോകാൻ പറ്റിയിട്ടില്ല അല്ലേ? അപ്പോൾ അന്ന് ഇവരെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്.
പാട്ട് ഏതാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഏതാണ്ട് ടോട്ടലി സ്റ്റാൻഡ് ആയിട്ട് ഇങ്ങനെ നിന്നുപോയി. ഏതായിരുന്നു ആ പാട്ട് ജൂലി? ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഓർക്കുന്നില്ല. വളരെ മനോഹരമായ ഇംഗ്ലീഷ് പാട്ട് തന്നെയായിരുന്നു പാടിയത്. അവിടെ അതിസുന്ദരമായിട്ട് അത് പാടി. അപ്പോൾ അത് അവിടെ അത്ഭുതകരമായൊരു ഫീൽ അവിടെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ മലയാളികൾ ഇത്തരത്തിൽ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പാട്ടുകൾ പാടുന്നു എന്ന് അവരെല്ലാവരും തന്നെ പിന്നീട് അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂട്ടാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഇപ്പൊ തന്നെ സിസ്റ്റർ ജൂലി പാടിയ ഈ ഒരു പാട്ട് ഒരു പ്യൂർലി വെസ്റ്റേൺ സ്റ്റൈലുണ്ട്. റെക്സ് ബാൻഡിന്റെ ഒക്കെ ഒരു പാട്ട് ഈ ഒരു പാറ്റേണിലാണല്ലോ. അതായത് ജീസസ് യൂത്തിന്റെ ലൈഫാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ അല്ലേ? ഇംഗ്ലീഷ് പാട്ടുകളും മലയാളം ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ ഗാനങ്ങളും അതിൻ്റെതായ ശുദ്ധി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് സിസ്റ്റർ ജൂലിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായൊരു ദൈവദാനമാണ് അല്ലേ? വളരെ നല്ല. മലയാളം പാട്ട് ചെറുപ്പത്തിൽ ഇതുപോലെ ഹൃദയത്തെ സ്വാധീനിച്ച പാട്ടുകൾ ഏതായിരിക്കും? മലയാളം പാട്ടുകളോട് എനിക്ക് താല്പര്യമില്ലായിരുന്നേ. കാരണം ഞാൻ ഈ 4ാം ക്ലാസ്സിൽ പാട്ട് പഠിക്കാൻ വേണ്ടി രാജേന്ദ്രൻ സാറ് വരുന്നത് ഞായറാഴ്ച 4 മണിക്കാണ്. അപ്പോഴാണ് സിനിമയുടെ സമയം. അപ്പോൾ എല്ലാവരും പോയിരുന്ന സിനിമ കാണാൻ ഞാനിരുന്ന് സസാരീരിക. അപ്പോൾ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അന്ന് ഞാൻ പാട്ട് വെറുത്തു സത്യത്തിൽ. എനിക്കൊന്ന് പോയാൽ മതി, നിൻ്റെ സാറിനെ എന്നെ ഒന്ന് ക്ലാസ് ഒന്ന് വിടാൻ വേണ്ടി ഉറക്കം തൂങ്ങിയൊക്കെ കാണിക്കാമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല, അങ്ങനെ കുത്തിയിരുത്തി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് മലയാളം പാട്ടുകളോട് അങ്ങനെ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പപ്പയ്ക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ പാട്ടുകൾ കേൾക്കണം, പപ്പ എപ്പോഴും പറയും എൻ്റെ പാട്ട് കേട്ട് മരിക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് പപ്പ ഇടയ്ക്കിടയ്ക്ക് പാടിപ്പിക്കും. അപ്പോഴും ഞാൻ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ പാടും, അങ്ങനെ ഉണ്ടായുള്ളൂ. പക്ഷേ ജീസസ് യൂത്തിൽ വന്നിട്ടാണ് ശരിക്കും ഇംഗ്ലീഷ് സോങ്സ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ തൊട്ടാണ് ശരിക്കും പാട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. യു റേസ് മീ അപ്പ് പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല, ഞാനത് ശരിക്കും പഠിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ലോകം ഏറ്റുപാടുന്ന ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടാണ്. ഇനി ജൂലി തെരേസിൽ നിന്ന് ഞാൻ യു റേസ് മീ അപ്പ് ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മനോഹരമാണ്. അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്തൊരു ഹാർട്ട് ത്രോബിങ് ഫീലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു കൊച്ചു കുട്ടിയുടെയൊക്കെ സ്വരത്തിൽ വളരെ എനിക്ക് അപ്രാപ്യമായ ഇടങ്ങളിൽ നീ എന്നെ കയറ്റി നിർത്തി. അത് നമ്മുടെ സന്യാസ ജീവിതത്തിന്റെ ഏറ്റവും ഹൃദ്യമായ ഒരു ആത്മീയ അനുഭവമാണ് അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വല്ലതും ആഗ്രഹിച്ചതാണ്, ഇങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സന്യാസ ജീവിതത്തിലേക്ക് വരുമ്പം നമ്മൾ എവിടെ എത്തും അല്ലേ? എനിക്ക് അപ്രാപ്യമായ ശിഖരങ്ങളിൽ ഗിരിശൃംഖങ്ങളിൽ എന്നെ അവൻ കയറ്റി നിർത്തി. നമ്മുടെ എല്ലാം ആത്മീയമായ അനുഭവം അങ്ങനെയാണ്. ഈശോ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിലേക്കാണ് അല്ലെ? ഇപ്പം ജൂലി തെരേസ് എന്ന് പറയുന്ന ഈ ഒരു ഗായിക ഒരു സന്യാസം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് കമൻ്റ് ചെയ്യുന്നവർ നിരവധി പേര് യൂട്യൂബ് ലിങ്കുകളുടെയൊക്കെ ചോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗായിക ഈ ഭക്തിഗാനമല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പം ജനം പലതരത്തിൽ പ്രതീക്ഷിക്കും നമ്മളിൽ നിന്ന്. പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് അതല്ലേ? ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എവിടെ എത്തണമെന്നാണ് എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് എന്നെ തമ്പുരാൻ എത്തിക്കുകയാണ് അല്ലേ? ഇപ്പോഴിങ്ങനെ ഒരു സെലിബ്രിറ്റി മൂഡിലാണ് ജൂലി തെരേസ് എന്നുള്ള പേര് കേൾക്കുമ്പം. CSN സന്യാസ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കൊക്കെ ഈ ഒരു ഇത്രയും സിദ്ധിയുള്ള ഒരു സ്വരമാധുരിയുള്ള ഒരു ഗായിക നമ്മുടെ അൾത്താരയിൽ നിന്ന് ഇത്തരം ശ്രുതിശുദ്ധിയോടെ ഹൃദ്യമായൊരു സ്വരമുയരുന്നല്ലോ. സന്തോഷമാണ് എല്ലാവർക്കും, സഭയ്ക്കും സന്തോഷമാണ്. സഭയിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്നെ എല്ലാ തരത്തിലും വളർത്താൻ എൻ്റെ സഭ, എൻ്റെ സിസ്റ്റേഴ്സ്, അധികാരികൾ എല്ലാവരും, ബാച്ചുകാരും ഭയങ്കര പ്രോത്സാഹനമാണ്. ഞാൻ ഇറങ്ങാതെ ഇരിക്കുന്നതാണ് അവർക്ക് സങ്കടം. ഞാൻ ഒരിടയ്ക്ക് ഞാനെല്ലാം പ്രാർത്ഥിച്ച് ഈശോയോട് ചോദിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അധികാരികൾ എനിക്കതിനുള്ള മുഴുവൻ സ്വാതന്ത്ര്യം തന്നിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് നാളുകളിൽ മേ ബി ഞാൻ അന്ന് സ്റ്റഡീസിലായിരുന്നത് കൊണ്ടായിരിക്കാം തമ്പുരാൻ അധികവും ഇപ്പം വേണ്ട, പതുക്കെ മതി, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര വിഷമമായിരുന്നു. ജൂലി ഇറങ്ങി നമ്മുടെ സഭയല്ലേ അറിയപ്പെടുന്നത്, നമ്മുടെ ഈശോയ്ക്കല്ലേ മഹത്വം ഉണ്ടാവുന്നേ, അങ്ങനെ പറയുമായിരുന്നു. അപ്പോഴും എനിക്കറിയാം ഗോഡ് ഹാസ് എ ടൈം, ആ സമയത്ത് ഞാൻ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഇപ്പോൾ കൂടുതലും ഇങ്ങനെ പാടുന്നുണ്ട്. എന്നാലും ഇപ്പോഴും പലതും എല്ലാം പാടുന്നില്ല. തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്ന പാട്ടുകൾ മാത്രമാണ് അനുവാദത്തോടെ ഞാൻ പാടുന്നത്. സഭയുടെ പഠന വഴികൾ എന്താണ് ഇപ്പം അവസാനമായി പഠിച്ചത്? ഞാനിപ്പോൾ PhD സബ്മിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തീസിസ് ഏതാണ് വിഷയം? കൊമേഴ്സിലാണ്. കൊമേഴ്സിലാണ് അല്ലേ?
സംഗീത വഴികളല്ല. സംഗീതത്തിലല്ല, കൊമേഴ്സിന്റെ ഏത് ശാഖയിലാണ്? ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതാണ് അല്ലേ? ഏത് കോളേജാണ്? ഞാൻ തൃച്ചിനാപ്പള്ളിയിലാണ് ചെയ്തത്. സെയിന്റ് ജോസഫ് കോളേജ് തൃച്ചി, ഓക്കെ. അവിടെ ജെസ്യൂട്ട് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി. നമ്മുടെ സംഗീത വഴികളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കാരണം ശാസ്ത്രീയ സംഗീതം ഇന്ന് മലയാളത്തിൽ ഇത്രമാത്രം ഭംഗിയായി ആലപിക്കുന്ന സന്യാസിനികൾ അപൂർവമാണ്, വളരെ അപൂർവമാണ്. അപ്പോൾ അവരിൽ വളരെ മികച്ച പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് സിസ്റ്റർ ജൂലി തെരേസ്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഏത് വഴികളാണ് കൂടുതൽ ആഹ്ലാദം തന്നിട്ടുള്ളത്, ഒരു സംതൃപ്തി? ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോഴും രാഗങ്ങളിൽ നമ്മൾ പല രാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ രാഗത്തിനും ഓരോ ഛായയാണ്. അപ്പോൾ അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. പഠിക്കുന്ന സമയത്തായിരുന്നു അത് കൂടുതലും നമ്മൾ അതിലൂടെ കടന്നു പോയിരുന്നത്. ഇപ്പോൾ അത് ടച്ചൊക്കെ എങ്കിലും ശാസ്ത്രീയ സംഗീതമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ രാഗത്തിൻ്റെ ഛായകൾ, രാഗസഞ്ചാരങ്ങൾ, അത് എനിക്കൊരു ദൈവാനുഭവമായിരുന്നു പലപ്പോഴും അത് സമ്മാനിക്കാറ്. സംഗീതം ദൈവികമാണല്ലോ. അതെ, അത് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന സിദ്ധിയാണ്. അതെ. നമുക്ക് വളരെ കുറച്ച് പേർക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു കീർത്തനം ആലപിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും. ഏതാണ് ആലപിക്കാൻ? ഞാൻ മാതാവിൻ്റെ ഒരു കീർത്തനം ആലപിക്കാം. ആരഭിരാഗം ആദിതാളം. ആരാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, എഴുതിയത്? ആയാങ്കുടി മണി സാറാണ് എനിക്കിത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. സാറ് തന്നെയാണ് അതിന് ഈണം കൊടുത്തിട്ടുള്ളതും. ആണല്ലേ? മാതേ ശരണ്യേ തായേ, 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 മാതേ ശരണ്യേ തായേ. പദമലർ തേടി വരുവേൻ ശരേ, മാതേ ശരണ്യേ തായേ. പദമലർ തേടി വരുവേൻ ശരേ, മാതേ ശരണ്യേ തായേ. അവനനികേതേ നൃപകുല ജാതേ, അവനനികേതേ നൃപകുല ജാതേ, അവനനികേതേ നൃപകുല ജാതേ, മന്ദാര സുമരമ്യ വിഭദേ. അവനനികേതേ നൃപകുല ജാതേ, മന്ദാര സുമരമ്യ വിഭദേ. അവനനികേതേ നൃപകുല ജാതേ, മന്ദാര സുമരമ്യ വിഭദേ. മപ മഗരി സരി മഗരി സരി സരി സനി ദ സരി മഗരി പമ ദദ സനി ദബ രി സനി ദബ മഗരി സനി ദബ പമഗരി സദസ വദസ മവദസ രി മവദസ സരി മഗരി വദസ നി ദ സരി മഗരി സാനി ദ മഗരി സനി ദബ മഗരി സമാദേ ശരണ്യേ തായേ. പദമലർ തേടി വരുവേൻ ശരേ, മാതേ ശരണ്യേ തായേ. സിസ്റ്റർ ജൂലി,
ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. അത്ര മനോഹരമായിരുന്നു. നല്ല ഒരു അനുഭവമാണ് തന്നത്. പരിശുദ്ധ അമ്മയെപ്പറ്റി ഇങ്ങനെയൊരു ക്രിസ്ത്യൻ ക്ലാസിക്കൽ ശൈലി അല്ലേ? ഇപ്പോൾ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള 2-3 വരികളേ ഉള്ളൂ. പക്ഷേ അല്ലേ, മാതേ ശരണ്യേ പദമലർ തേടി വരും പദമലർ തേടി വരും, നിന്റെ പാദങ്ങൾ ഞാൻ തേടി വരുന്നു അമ്മേ. അത്രേ ഉള്ളൂ. പക്ഷെ അത് ഒരു വലിയ അനുഭവത്തിലേക്ക് അങ്ങ് വിടർന്നു അല്ലേ? അപ്പം അത്തരത്തിലുള്ള സാധ്യതകൾ ക്രൈസ്തവ സംഗീത ശാഖയിൽ, ഈ ക്ലാസിക്കൽ ശാഖയിൽ കൊണ്ടുവന്നിട്ടുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ക്രൈസ്തവ സംഗീത ശാഖകളിൽ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. പോൾ പൂവത്തിങ്കൽ അച്ഛനാണ് അതിന് ഏറ്റവും വലിയ ഉത്തമ ഒരു ഉദാഹരണം. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത സ്നേഹിതനാണ് പോളച്ചൻ. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതം അല്ലേ, കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും. അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരു സംഗീത പ്രതിഭയാണ്. ആർജിച്ചെടുത്ത ഒരു സംഗീത പ്രതിഭാവിലാസമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പോൾ പൂവത്തിങ്കൽ അച്ഛനിൽ കാണുന്നത്. ഇത്തരത്തിൽ ഈ ക്രൈസ്തവമായിട്ടുള്ള ക്ലാസിക്കൽ കൃതികൾ വേറെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഈ ആയാങ്കുടി മണി എന്ന് പറയുന്ന സാറാണ് എനിക്ക് കൂടുതലും കൃതികൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. പിന്നെ SDയിലെ നമ്മുടെ സിസ്റ്റർ റിൻസി സിസ്റ്റർ പറയാറുണ്ട്, അബ്ദുൾ അസീസ് സാറ് ഒരുപാട് കൃതികൾ രചിച്ച്, സിസ്റ്റർ അങ്ങനെ സാറിൻ്റെ ശിഷ്യത്വത്തിലും ധാരാളം പഠിച്ച് ഇന്നും കച്ചേരി ചെയ്യുന്നുണ്ട് സിസ്റ്റർ. അങ്ങനെ നമ്മുടെ റിൻസി സിസ്റ്റർ ഓൾറെഡി നമ്മുടെ വേദിയിൽ വന്നയാളാണ്. ഞാനൊരു ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈശോയുടെ ബന്ധം, അപ്പം ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ആ ഭക്തി ഫീൽ ചെയ്യണമെങ്കിൽ ആ കൃതിയിൽ എൻ്റെ ഈശോ ഉണ്ടെങ്കിലായിരിക്കും എനിക്കതുപോലെ. മറ്റേതൊക്കെ മാറി പറഞ്ഞെങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനാണെന്ന് ചോദിച്ചിട്ട് പപ്പയ്ക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് പപ്പയ്ക്ക് പറയാൻ പറ്റാഞ്ഞിട്ട് പപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ അവസാനം ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്ത് പറയിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇതെൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കിതിൻ്റെ സീരിയസ്നെസ്സും പപ്പയ്ക്ക് അത്ര പോലും മനസ്സിലാവുന്നില്ല നമ്മളെ. നന്ദി ചൊല്ലാൻ എൻ്റെ നാവുണർന്നിടുന്നു നാഥാ, നന്മയാകും നിന്നെ വാഴ്ത്തുന്നു ഞാനിന്നു